ചീർമാലയൊന്നുമല്ല, നിങ്ങളുടെ മൗലവി ഉണ്ടാക്കിയ, നിങ്ങളുടെ മുസ്ലിയാരുണ്ടാക്കിയ മാലയാണ്. ഏതാ മാല? മൊനമ്പത്ത് ബീവി. മൊനമ്പത്ത് ബീവിയുടെ കുതിരത്തുകളാണ്. മൊനമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു ശവ അടിഞ്ഞതാണ്. മൊനമ്പത്ത് ജാറത്തിലൊരു പെണ്ണിന്റെ ശവം, നഗ്നമായ ഒരു പെണ്ണിന്റെ ജടങ്ങനെ വന്നു. അതെടുത്തിട്ട് മൂക്ക് പൊത്തിയിട്ടല്ലാതെ അടുക്കാൻ പറ്റാതായപ്പോൾ ഏതോ കളുടിയന്മാരെ ഏൽപ്പിച്ച് അതിൻ്റെ കുഴിച്ചിട്ട് അങ്ങനെ അവിടെ അങ്ങനെ ഒരു ജാറൊക്കെ ഉണ്ടാക്കിയിട്ട് മാല ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? പേരോട് പറയണം. ആരാ ഉണ്ടാക്കിയത്? മുഹമ്മദ് മറ്റത്ത്. നിങ്ങളെ മൗലവിയാ? ഞങ്ങളെ മൗലവിയല്ല, നിങ്ങളെ മൗലിയരാ. മുഹമ്മദ് മറ്റത്ത് ഞങ്ങളെ ആളല്ല എന്ന് പറയുങ്ങൾ, അല്ലെങ്കിൽ മാനസിക രോഗിയാ നിങ്ങൾ പറയണം. നിങ്ങൾക്കിപ്പോൾ എല്ലാവരും മാനസിക രോഗിയല്ലേ? എല്ലാവരും നിങ്ങൾക്ക് പറ്റാത്ത ആളല്ലേ? എന്നാ കുതിരത്ത് മാല കേട്ടോ. ഇത് പൊന്നാനി, ഇത് പുതുപൊന്നാനി മുനമ്പത്ത് മറപ്പെട്ട ബീവി അവറുകളുടെ കറാമത്തുകളിൽ നിന്ന് അല്പമാത്രം എടുത്തുകൊണ്ട് മറ്റത്ത് മുഹമ്മദ് എന്നവറുകൾ ഉണ്ടാക്കപ്പെടുകയും കുതിരത്തുമാല എന്ന പേര് വെക്കപ്പെടുകയും ചെയ്ത നേർച്ചപ്പാട്ടാകുന്നു. മാനുഷികവും പൈശാചികവുമായ ഏതുതരം വിഷമങ്ങൾക്കും ഇതിനെ നേർച്ചയാക്കി പാടുകയോ പാടിപ്പിക്കുകയോ ചെയ്താൽ ഉടനടി ഫലം സിദ്ധിക്കുന്നതുമാകുന്നു. കേട്ടോളി. സ്ഥാനം മുനമ്പത്തി മറവേട്ട ബീവിയാൾ ശറഫുറ്റ ചരിതങ്ങൾ പാടി അറിയുവീൻ. സാധിയം നൽകറാമത്തുകൾ കാട്ടിയേ സിദ്ധിയടങ്ങിയേ സ്ഥാനം അറിയുവീൻ. നീ കേട്ടോ കറാമത്ത്. 30 കറാമത്ത് എന്താ? ബഹറിന്നൊഴുകി വന്നെത്തിയ ബീവിയാൾ മഹദീസിമിനെ അറിയൂലാരാലും, ബീവി ബാലദീനെ അറിയൂലാരാലും, പിരിയപ്പെട്ടോരെ മയ്യത്ത് കണ്ടോരും. മൂപ്പത്തിയുടെ പേരറിഞ്ഞൂടാ, ഊരറിഞ്ഞൂടാ. ഊരെങ്കേ ചോദിച്ചാ കിട്ടൂല. ആരും ഊരും പേരൊന്നും അറിയില്ല. ഇനി എന്താ കറാമത്ത്? കറാമത്ത് കേട്ടോ. അവിടെ ഉണ്ടായ കറാമത്ത്. 21 നാള് ബീവിയാൾ മയ്യത്ത് ഇരപകലില്ലാതെ കിടന്നു മുനമ്പത്ത്. ഉരുകുന്ന ചൂടിലും മരവിക്കും തണുപ്പിലും ഒരുപോലെ മയ്യം കീടന്നു തരത്തിലും. ഇത്രയും നാളുകൾ ബീവിക്ക് കാവലായി മത്തീര കൽബും കൂറുക്കനും നിപ്പിലായി. തത്തിയിടും പക്ഷികൾ ചിറകിട്ടു നിലയായി, തത്തീരം പാമ്പുകൾ കൊത്താതെ എഴുപ്പായി. ഇതിങ്ങനെ പാടിയിട്ട് പറയുന്നത് കണ്ടോ. 21 ജഡം അവിടെ കടഞ്ഞു, വെയിലത്തും മഞ്ഞത്തൊന്നും പോകാതെ. അങ്ങനെ വലിയ കറാമത്ത്. മരുമോന് നൽകിയ കൈവീശ സിറുകൾ മറക്കാതെ അമ്മായി ഓതി കാബറുങ്ങൾ. മറഞ്ഞുള്ള കാര്യം വെളിവാക്കി അപ്പോലെ മാനവരെല്ലാം അറിഞ്ഞു ഒരുപോലെ. ഇങ്ങനെ ഒരുപാട് കറാമത്തുകൾ പറയുന്ന കുതിരത്ത് മാല. ഏതോ ഒരു ശവം വന്ന മാലയാണിത്. ഇനി ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാന്ന് പറയേണ്ട. നിങ്ങളുടെ പൂങ്കാവനം മാസികയിലും ഇതിൻ്റെ മതമുണ്ട്. പൂങ്കാവനം 2004 ഏപ്രിലൊക്കെ നോക്കിക്കോ. അതിൽ കാണാം, ഒരു ലേഖനം കാണാം. മുനമ്പത്ത് ബീവിയെ ഓർക്കുമ്പോൾ, മുനമ്പത്ത് ബീവിയെ ഓർക്കുമ്പോ എന്തായാലും പറയുന്നതറിയോ? 1980 കാലഘട്ടം. കായലും കടലും ഉമ്മ വെച്ച് കിടക്കുന്ന പുതുവന്നാനി മുനമ്പിന്റെ തീരത്ത് എവിടെ നിന്നോ ഒഴുകിയെത്തിയ ഒരു അജ്ഞാത സ്ത്രീജടം പ്രത്യക്ഷപ്പെട്ടു. നഗ്നമായിരുന്ന ആ മൃതദേഹം തീരപ്രദേശത്തെ പഞ്ചാര മണൽ മറയ്ക്കുകയായിരുന്നു അത്രേ. 21 ദിവസം വരെ ആ മൃതശരീരം കടൽക്കരയിൽ അജ്ഞാതമായി കിടന്നിട്ടും മറവ് ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. ഇതേ തുടർന്ന് വയനാട്ടുകാരായ വൃദ്ധ ദമ്പതികൾ മുക്കുവരുടെ സഹായത്തോടുകൂടി മെഹദറ മസ്ജിദിന് സമീപത്തായി ഖബറടക്കുകയാണുണ്ടായത്. ഇതോടെ നാട്ടിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. മാറാ രോഗികളിൽ ശമനം, ദരിദ്രമായിരുന്ന മുക്കുവ കൂരകളിൽ സുഭിക്ഷത, നടുക്കടലിൽ കത്തിയെരിയുന്ന വെയിലേറ്റ് വാടിത്തളർന്ന കടലോരവാസിയുടെ മുഖങ്ങളിൽ അഭൂതപൂർവമായ ഉണർവ്. അതിങ്ങനെ പറഞ്ഞത് അവസാനം പറയണത്, ആശയറ്റവർക്ക് ആശാ കേന്ദ്രമായി, ആലംബഹീനർക്ക് അവലംബമായി. ഏത്? പുതുവന്നാനിയിലെ ഈ ചീഞ്ഞളിഞ്ഞ ശവം. ഇത് കാന്തപുരത്തിന്റെ മുഖാവനല്ലേ? പേരോടെ അല്ലേ? ഇനി തീർന്നില്ല. ഇനി ഇവര് ഈ സംഗീതവും മ്യൂസിക്കും കഥാപ്രസംഗമൊന്നും ഞങ്ങളെ പരിപാടിയല്ല. ഇവർ ഈ ഹറാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണത് എന്താണ്? ഒരു കഥാപ്രസംഗം. അതിൽ മ്യൂസിക്കും ഇതൊക്കെ കൊടുത്തിട്ട് മുനമ്പത്തെ ബീവിയുടെ മദ്ഹ് ഒരു കഥാപ്രസംഗമാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. കേട്ടോളീൻ. മനോഹരമായ ഭാഗത്ത് ജനവാസം നന്നെ കുറവ്. മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ മുസ്ലിം ബഹുജനങ്ങൾ താമസിക്കുന്ന ഈ നാട്ടിന്റെ മനോഹരമായ തീരത്തേക്കാണ് അത്ഭുതത്തിന്റെ അക്ഷയകനിയായ ബീവിയുടെ വിശുദ്ധ ജനാസ
ഒഴുകിയെത്തുന്നത്. അറബിക്കടലിന്റെ പൊന്നോളങ്ങൾ ആ പുണ്യ ജനാസയെ വളരെ അതപോടെയാണ് തീരത്തേക്ക് അടുപ്പിക്കുന്നത്. മന്ദം മന്ദം തീരത്തേക്ക് ഒഴുകി വരുന്ന പുണ്യ ജനാസയെ കടൽ തീരം കയ്യേറ്റുവാങ്ങി. ഉലകത്തിന്റെ 1000 വർണ്ണപ്പൂത്തിരികൾ ഒരുമിച്ച് കത്തിയതുപോലെ കടൽ തീരം രോമാഞ്ചമണിഞ്ഞു. ഒരു കാലഘട്ടത്തെ മുഴുവൻ അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ട് തങ്ങളിലേക്ക് ആവാഹിച്ച യുഗപുരുഷന്മാരെ പ്രസവിച്ച നാടാണിത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമും വെളിയങ്കോട് ഉമർ ഖാദിയും ഈ നാടിന്റെ മക്കളാണ്. കൂടാതെ മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ. ആ മഹാനുഭാവൻ തന്റെ പാദസ്പർശം കൊണ്ട് ഈ നാടിനെ ധന്യമാക്കിയിട്ടുണ്ട്. ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന ഈ പുണ്യനാട്ടിൽ മറ്റൊരു ഇതിഹാസത്തിന്റെ പൊൻതൂവൽ തുന്നിച്ചേർത്ത് വിളങ്ങുകയാണ് മഹതിയായ പുതുവന്നാനി മുനമ്പത്ത് ബീവി റളിയല്ലാഹു അൻഹാ. കേട്ടില്ലേ? മഹാനിയായ പുതുവന്നാനി മുനമ്പത്ത് ബീബി റളിയല്ലാഹു അൻഹാ. ഏത് ഷവാദ് റളിയല്ലാഹു അൻഹാ നിനക്ക് ആരെ പഠിപ്പിച്ചെന്ന്? മാത്രല്ല അയ്യ മന്ദം മന്ദമ്മ തിരമാലകൾ ആ പുണ്യ ജഡത്തെ ഇങ്ങനെ ഏറ്റുവാങ്ങുകയാണ്. അപ്പൊ രോമാഞ്ചണിഞ്ഞ ഒച്ചങ്ങളാ കേട്ടത്. പേരോടിന് രോമാഞ്ചം ഉണ്ടായതത് അല്ലേ? മാത്രല്ല നിങ്ങൾ എന്താ പറയല്, ഈ പെണ്ണിന്റെ ഊരെങ്കേ നാടെങ്കേ പേരെങ്കേ എന്താ അറിയോ? ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാട് അത് വെളിയങ്കോട്ടും കളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട് എന്നാ ഞങ്ങളതിനെ പറ്റി പാടല്. ഊരും പേരും ഒന്നറിയില്ല. പിന്നെ എവിടുന്നാ ഈ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ എന്ന് കിട്ടിയത്? നോണ പറയേ? ഇങ്ങനത്തെ പച്ചക്കള്ളം. എന്നിട്ട് നിങ്ങൾ തന്നെ എഴുതിയ പറയുമ്പോ പറയും ഞങ്ങള് ഇതൊക്കെ ഇവര് മുജാഹിദീങ്ങൾ വെറുതെ പറയാണ്. നിങ്ങൾ നോക്കൂ, ഇത് ഞങ്ങൾ ഈ പറയും പോലെ നിങ്ങളും പണ്ട് പറഞ്ഞതാ. ഇത് അജ്ഞാത ജഡാണ്. സുന്നി വേദി, സുന്നി വേദി ഇംഗ്ലീഷിൽ വായിക്കുമ്പോ സുന്നി വേദി എന്നായിക്കോട്ടെ. എന്തായാലും ആ സുന്നി വേദിയില്, സുന്നി വേദിയില് കേട്ടോണേ, മുഖ്താർ മറുപടി പറയുന്നു. അതിൽ കേട്ടോളി. ഇനി ഞാൻ വായിക്കാം. മമ്പുറം നാഗൂര് പോലെ ഒരു കഴിഞ്ഞ സമാനിലുള്ള മക്ബറ അല്ല ഇത്. ഈ സമാനിൽ തന്നെയാണ് ഇതിൻ്റെ തുടക്കം. ഈ ബീവി ഒരു മഹദിയാണ് എന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവും ഇല്ല. 2 മരണപ്പെട്ട ജഡമാണ് അന്ന് കടലിൽ നിന്ന് കിട്ടിയത്. അതിൽ പുരുഷൻ്റേത് പോസ്റ്റ്മോർട്ടം നടത്തി മറമാടി. സ്ത്രീയുടെ ജഡത്തിൻ്റെ അടുത്തേക്ക് പോലും അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ മലപ്പുറം അടുത്ത് കൂട്ടിലങ്ങാടി അടുത്തുള്ള പ്രദേശത്തെ ഒരു ഭിക്ഷയെടുത്തിരുന്ന വൃദ്ധരാണ് ഖബറ് പോലും കുഴിക്കാതെ അത് കുഴിച്ചു മൂടിയത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോഴും ചിലപ്പോൾ വെളിയങ്കോട് ആ വൃദ്ധൻ ഉണ്ടാവാറുണ്ട്. ഇത്ര മാത്രമേ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീയുടെ ചരിത്രം അറിയപ്പെടുന്ന ചരിത്രം. എന്നിട്ട് പറയണേ, നാം മേൽപ്പറഞ്ഞ കാര്യം പുതുവന്നാനി, പൊന്നാനി, വെളിയങ്കോട്, പാലപ്പെട്ടി, മാറഞ്ചേരി, കുണ്ടുകടവ്, പുത്തൻപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ അവിടുത്തെ മുജാഹിദുകൾ പറയുന്നല്ല, അവിടുത്തെ സുന്നികൾ തന്നെ പറഞ്ഞു തരും പേരോടെ. ഇങ്ങനത്തെ അജ്ഞാത ഷടാണ്, ഒരടിസ്ഥാനമില്ലാത്തതാണ്. പണ്ട് നിങ്ങൾ എഴുതി വരുമാനം കണ്ടപ്പോൾ നിങ്ങൾ കളം മാറ്റി ചവിട്ടിയതല്ലേ ഈ കണ്ടതൊക്കെ അല്ലേ? അപ്പൊ അങ്ങനത്തെ മാലിയും അങ്ങനത്തെ മൗലൂദും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. പിന്നെ വലിയ കാര്യമായിട്ട് മൂപ്പര് പറഞ്ഞെന്താ അറിയോ? മുജാഹിദീങ്ങൾക്ക്